ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. അത് മീനം രാശിക്കാരായ പൂരിട്ടാതി, നാലാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 16 തീയതി മുതൽ കന്നിമാസം 14 തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, നാലാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാശ്യാധിപൻ കൂടിയായ ആ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ ആ വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം മൂന്നാമിടത്താണ് നിൽക്കുന്നത്. മൂന്നാമിടത്ത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും മൂന്നാമിടത്ത് നിന്നുകൊണ്ട് നൈസർഗിക ശുഭനായ ആ വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ ഒരു ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും പഴയകാല നല്ല സുഹൃത്തുക്കൾ, ദീർഘകാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരെ, കണ്ടുമുട്ടാൻ സാധിക്കാത്തവരെ, പരസ്പരം സഹായിച്ചു കൊണ്ടിരുന്നവരെ, അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി ആ പരസ്പര സഹായം ചെയ്യുന്നതിനും വിജയിക്കുന്നതിനുമുള്ള യോഗം പല രംഗങ്ങൾക്കും ഉണ്ടാവും. അതായത് തെറ്റായ ചില തീരുമാനമെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അത് തന്നെയുമല്ല, അവരെ നേരായ വഴിയിലേക്ക് വഴിതെളിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ കഷ്ടതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറി തൊഴിൽ രംഗത്ത് വിജയിക്കുവാൻ ഒരു നല്ല സൗഭാഗ്യം ഉള്ള ഒരു മാസമാണ്. ഭാഗ്യാധിപൻ കൂടിയായ അപ്രവർത്തികാരകനായ ചൊവ്വ, തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ അധിപനായ ചൊവ്വ, അത് നാലാമിടത്ത് നിന്നുകൊണ്ട്, സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും. അപ്പോൾ ഉപജീവന മാർഗം ഇല്ലാത്ത, ദീർഘനാളുകളായിട്ട് ഉപജീവനമില്ലാത്തവരായാൽ പോലും ഈ സെപ്റ്റംബർ മാസത്തിൽ പൂരിട്ടാതി, നാലാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് ദീർഘനാളുകളായിട്ട് നടക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുന്നതിനും, വാഹനം വന്നു ചേരുന്നതിനോ, ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ, പുതിയ ഗൃഹം വാങ്ങുന്നതിനും, അങ്ങനെ പല വിധത്തിൽ നാലാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന, തൊഴിൽ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പുരോഗതികൾ വന്നു ചേരും. ഒരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പല വിധത്തിലും പല ദിവസങ്ങളിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റി നല്ല ധനാഗമന യോഗത്തോടു കൂടിയ ഒരു തൊഴിൽ പ്രവേശിക്കുന്നതിനും, അങ്ങനെ നല്ല നല്ല തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ വന്നു ചേരുന്നതിനുമൊക്കെ യോഗം, അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം, അതാണ് ഏറ്റവും പ്രധാനം. സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ 12ാമിടത്ത് നിൽക്കുന്നു. അപ്പോൾ വിദേശ ധനം വന്നു ചേരുന്നതിനോ ഒക്കെ നല്ല യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും അപ്രകാരമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭർത്താവ് മുഖേന വിദേശത്ത് പോയി അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് പ്രവർത്തിച്ച് അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. കുടുംബമായിട്ട് ജീവിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും, അതുപോലെ ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ യോഗം. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗം. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയം വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പ്രതിഭാസ്ഥാനമായ 5ാം ഭാവാധിപൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ ടെസ്റ്റുകളോ ഇന്റർവ്യൂവിലോ ഒക്കെ വന്നാൽ അത് വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ സ്കോർ ചെയ്യുവാനും അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുവാനും ഒക്കെയുള്ള യോഗം. അധിക സാഹസികത പാടില്ല. അധികമായ രീതിയിൽ ആവശ്യമില്ലാതെ
ചെറിയ ചെറിയ കാര്യത്തിന് പോലും കലഹിക്കുന്നവരും കടം വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാലവും കൂടിയാണ്. ദീർഘനാളുകളായിട്ട് ഒരു വിവാഹം ആലോചിച്ചിട്ട് അത് ഒത്തുവരാത്തവർക്ക് അത് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. എങ്കിലും ശ്രദ്ധിക്കുക, എതിർലിംഗക്കാരുമായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇടപെടുന്നത് ചില മാനാപമാനങ്ങൾക്കോ അവിഖ്യാതികൾക്കോ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർ കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ യോഗമുണ്ട്. നിസ്സാര കാര്യത്തിന് പറഞ്ഞ് പിണങ്ങി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലോ നാഗരാജ ക്ഷേത്രത്തിലുമൊക്കെ യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാനും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ അഭിവൃദ്ധികരമാണ്. കൂടാതെ ഗണപതി ഹോമമോ അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ ഒക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ വന്നു ചെയ്യും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.